അതെ, ഈ ജൂലൈ 16 കാർമൽ ഡേ, ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ. ഇതെൻ്റെ മദേഴ്സ് ഡേയാ, എൻ്റെ മമ്മിയുടെ ഡേയാ. എൻ്റെ മമ്മി പൊളിയാ, എൻ്റെ മമ്മി പൊന്നാ, എൻ്റെ മമ്മി തങ്കമാ. ആ കർമ്മല മലയിൽ ഏലിയാ പ്രവാചകൻ ഒത്തിരി വിഷമിച്ച് നിന്നൊരു സമയമുണ്ട്. ബാലിൻ്റെ പ്രവാചകന്മാരോട് വെല്ലുവിളിച്ച് തൻ്റെ ജനം മുഴുവൻ വേദനിക്കുന്നത് കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞു നിന്ന ഏലിയാ പ്രവാചകന് സ്വർഗം നൽകിയ ഒരു കരമുണ്ട്. ഇങ്ങനെ തലോടില്ലേ, ആശ്വസിപ്പിക്കില്ലേ, കരം നീട്ടിയല്ലേ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ ദൈവം തന്നൊരു കരവാ, മനുഷ്യ കരത്തോളമുള്ളൊരു മേഘമായി വന്നതാ എൻ്റെ മമ്മി, എൻ്റെ അമ്മ, എൻ്റെ കർമ്മലയമ്മ. അമ്മയ്ക്ക് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ നന്നായിട്ടറിയാം. ഞാൻ ചിലപ്പോൾ വിഷമിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മമ്മിയുടെ അടുത്ത് പറയാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ മമ്മി എൻ്റെ കണ്ണിലൊന്ന് നോക്കും. എന്താ മോനെ, എന്താ നിൻ്റെ വിഷമം, എന്താ നിൻ്റെ സങ്കടം എന്നൊക്കെ ചോദിക്കുന്ന പോലൊരു നോട്ടം. ആ നോട്ടം മതിയല്ലോ. പിന്നെ ഞാൻ ആ പാദത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പോൾ എൻ്റെ അരികിൽ വന്ന് എന്നെ തലോടി. ആ മനുഷ്യ കരവാണ് എൻ്റെ മമ്മി. എൻ്റെ മമ്മി പൊളിയാ. ഞാനും മമ്മിയും കൂടെ ചേർന്നാൽ അതിനേക്കാൾ പൊളിയാ. ഞങ്ങൾ കർമ്മല മക്കളാ. എന്തൊരു അഭിമാനമാണെന്നറിയോ അത് ഓർക്കുമ്പോൾ. എൻ്റെ മമ്മിയെക്കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരി നാവുണ്ട്, ഒത്തിരി നാവ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്ത് സുന്ദരിയാണെന്നറിയോ എൻ്റെ മമ്മി, എന്ത് സ്നേഹമുള്ളവളാണെന്നറിയോ എൻ്റെ മമ്മി. എൻ്റെ മമ്മിയെ കാണട്ടെ നിങ്ങൾക്ക്. എൻ്റെ അടുത്ത് വന്നാൽ, ഈ കർമ്മല മക്കളുടെ അടുത്ത് വന്നാൽ കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും കാണിച്ചു തരാം ഞങ്ങളുടെ മമ്മിയെ. വരുമോ? വാ, കർമ്മല മാതാവിൻ്റെ ദിവസമാണ്. എല്ലാവരും വാ, നമുക്ക് കാണാം നമ്മുടെ മമ്മിയെ.